സംസ്കൃതത്തെ സംബന്ധിച്ച് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, സംസ്കൃതത്തിലെ മികച്ച കൃതികളെ പറ്റിയാണ് അദ്ദേഹം എഴുതിയത്. ഭാരതപര്യയുടെ ഒരു ഉദാഹരണം, വാൽമീകിയുടെ രാമായണത്തെ സംബന്ധിച്ച് മറ്റൊരു ഉദാഹരണം, നൈഷധീയ ചരിതത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. കാളിദാസൻ്റെ എല്ലാ കൃതികൾക്കും ഇല്ല, ശാകുന്തളത്തിനും രഘുവംശത്തിനും മേഘസന്ദേശത്തിനും അതുപോലെ അത്രയേ ഉള്ളൂ അല്ലേ, കുമാരസംഭവത്തിനും അദ്ദേഹം വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ ഈ കൃതികളെ ആധുനിക കൃതികളായിട്ട് സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു മാരാരുടെ ലക്ഷ്യം എന്ന് ഇന്ന് ആ വ്യാഖ്യാനങ്ങളും അതിനെ മുൻനിർത്തിയുള്ള നിരൂപണങ്ങളും വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആധുനിക കൃതികളായി സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഏതോ ഒരു കാലത്ത് സംസ്കൃതത്തിൽ എഴുതപ്പെട്ടു പോയ ഒരു വളരെ പ്രാചീനതയുള്ള കൃതികളല്ല, നേരെ മറിച്ച് ഏറ്റവും ആധുനികമാണ്. ഇപ്പോൾ മേഘസന്ദേശത്തിൻ്റെ പഠനം തന്നെ നോക്കിയാൽ, പഠനവും വ്യാഖ്യാനവും നോക്കിയാൽ, മേഘസന്ദേശത്തിൽ ഒരു സന്ദേശം കൊടുത്തയക്കലില്ല, അതിൽ സന്ദേശഹരനില്ല, സന്ദേശം ഇതൊക്കെ പറയണമല്ലോ. ഇതൊക്കെ പറഞ്ഞിട്ട് ഘനീഭവിച്ചു നിൽക്കുന്ന ഒരു കാമസന്തപ്തമായ ഹൃദയത്തെ ആവിഷ്കരിക്കുകയാണ് ഈ ശ്ലോകങ്ങളിലൂടെ കാളിദാസൻ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അതിലേറ്റവും ആധുനികമായ, അന്നത്തെ നിലയ്ക്ക് ആധുനികമായ മനഃശാസ്ത്ര സങ്കല്പങ്ങളും മനഃശാസ്ത്ര ബോധവുമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. നാലപ്പാടനുമായിട്ടുള്ള ബന്ധത്തിലൂടെയും അദ്ദേഹവുമായിട്ടുള്ള സംവേദനത്തിലൂടെയൊക്കെ അദ്ദേഹത്തിന് കിട്ടിയ മനഃശാസ്ത്ര ജ്ഞാനം ഉപയോഗിച്ചിട്ടാണ് ഈ കൃതിയെ സ്ഥാനപ്പെടുത്തുന്നത്. അപ്പോൾ പുതിയതായിട്ട് ആശാന്റെ കവിത വായിച്ചു വരുന്ന അല്ലെങ്കിൽ വൈലോപ്പിള്ളിയുടെ കവിത വായിച്ചു വരുന്ന മലയാളിയെ സംബന്ധിച്ചിടത്തോളം അതിനോട് ഒത്തു വായിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമായി മേഘസന്ദേശവും കുമാരസംഭവവും രൂപപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ അതിന് വ്യാഖ്യാനം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, പഠനങ്ങളില്ലാഞ്ഞിട്ടല്ലല്ലോ, ഇതെല്ലാം അതിനു മുമ്പ് ഉണ്ടായിരുന്നു. വിവർത്തനങ്ങൾ എത്രയോ മുമ്പ് ഉണ്ടായിരുന്നു, പദ്യവിവർത്തനങ്ങൾ. പക്ഷെ ഇതൊന്നും അല്ലാതെ ഇത് പുതിയൊരു കൃതിയായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലെവിടെയാണ് സംഘർഷം എന്ന് വെച്ചാൽ അതിൽ സംഘർഷമുണ്ട്. സംഘർഷ സ്ഥാനങ്ങളാണ് അദ്ദേഹം കണ്ടെത്തുന്നത്. ഈ സംഘർഷത്തിൻ്റെ ഫലമായിട്ട് മാരാർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കാളിദാസനോ അല്ലെങ്കിൽ മഹാഭാരതമോ വാൽമീകി രാമായണമോ പോലെയുള്ള അല്ലെങ്കിൽ സ്വപ്നവാസതത്വമോ ഒക്കെ പോലെയുള്ള 4, 5, 6 കൃതികളല്ലാതെ അദ്ദേഹം കാര്യമായിട്ടൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല. എന്ന് മാത്രമല്ല, സംസ്കൃതത്തിലെ വളരെ പ്രസിദ്ധമായ കൃതികളെയൊക്കെ അദ്ദേഹം തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം നൈഷധീയ ചരിതം. നൈഷധീയ ചരിതം എന്ന പഞ്ചമഹാകാവ്യങ്ങളിലൊന്നാണല്ലോ. ഈ പഞ്ചമഹാകാവ്യങ്ങളിലൊന്നായ നൈഷധീയ ചരിതത്തെ, വിദ്വദൌഷധം എന്ന് കൊണ്ടാടപ്പെടുന്ന ആ പുസ്തകത്തെ അദ്ദേഹം എത്ര ഒരു വില കുറഞ്ഞൊരു കൃതിയായിട്ടാണ് കാണുന്നതെന്ന് നൈഷധീയ ചരിതം എന്ന പേരിലുള്ള അദ്ദേഹത്തിൻ്റെ ലേഖനവും അതുപോലെ തന്നെ പഴയ 3 കൃതികൾ എന്ന പേരിൽ നൈഷധീയ ചരിതത്തെയും നളചരിതം, നാട്ടക്കഥയെയും കിളിപ്പാട്ടിനെയും മുൻനിർത്തി എഴുതിയ ലേഖനത്തിലും നമുക്ക് വളരെ സുവ്യക്തമായ കാര്യമാണ്. അപ്പോൾ ഇത് ശരിക്കും ഈ സംസ്കൃതം എന്ന് പറയുന്നത്, സംസ്കൃതമായി എന്നതുകൊണ്ട് എന്തും സ്വീകാര്യമാണ് എന്ന ആ അവസ്ഥയിൽ നിന്ന് വലിയൊരു സംഘർഷത്തിലേക്കാണ് സംസ്കൃത വിജ്ഞാനത്തെ മാരാര് എടുത്തെറിഞ്ഞത് എന്ന് പറയാം. ഉള്ളൂരിനെ പറ്റി മുണ്ടശ്ശേരി പറയുന്ന ഒരു കാര്യമുണ്ട്, സംസ്കൃതമായി താളിയോലയിൽ എഴുതിയിരിക്കുക, അത് സംസ്കൃതമായിരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ളൂരിന് അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടമില്ല, അത് ഏറ്റവും ഒരു പുണ്യവസ്തുവായിട്ട് അദ്ദേഹം സ്വീകരിക്കും എന്ന് ഉള്ളൂരിനെ വിമർശിച്ച് മുണ്ടശ്ശേരി പറഞ്ഞ കാര്യം ഓർത്താൽ സംസ്കൃതത്തെ അങ്ങനെ തന്നെ സ്വീകരിച്ചു വന്നിരുന്ന ഒരു പണ്ഡിത സമൂഹമുണ്ട്. എല്ലാവരും ആണെന്നല്ല, പക്ഷെ അങ്ങനെ വലിയൊരു പണ്ഡിത സമൂഹം കേരളത്തിലുണ്ടായിരുന്നു. ആ സ്ഥാനത്താണ് ഈ സംസ്കൃത പണ്ഡിതൻ അതിൻ്റെ വലിയ സംഘർഷ സ്ഥാനങ്ങളിലേക്ക് നോക്കിയത്. ഇങ്ങനെ പല കൃതികളെയും വകഞ്ഞു മാറ്റി ഇതാ സംസ്കൃതം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ഇതൊക്കെയാണ്, കടഞ്ഞെടുത്ത സംസ്കൃതം കാളിദാസൻ്റെയാണ് അല്ലെങ്കിൽ ഭാസൻ്റെയാണ് അല്ലെങ്കിൽ വ്യാസൻ്റെയാണ് എന്ന് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ വായിക്കുന്ന ഭാസനും കാളിദാസനും വ്യാസനും ഒന്നും നിങ്ങൾ വായിച്ച പോലെ അല്ല വായിക്കുന്നത്. നേരെ മറിച്ച് മഹാഭാരതം വായിക്കുമ്പോൾ ധർമ്മപുത്രനെ അല്ല, ദുര്യോധനനെ ഒന്നും നോക്കുക, കർണനെ നിങ്ങളൊന്ന് നോക്കുക, അല്ലെങ്കിൽ ആ ശകുനിയെ നിങ്ങളൊന്ന് നോക്കുക, ദുശ്ശലയെ നിങ്ങൾ നോക്കുക. ഇങ്ങനെ സാധാരണ നിലയിൽ വെളിച്ചം വീഴാത്ത മുക്കുകളിലേക്കും മൂലകളിലേക്കും വെളിച്ചം പായിച്ചുകൊണ്ട് അതിനു മുമ്പ് തന്നെ സ്വീകാര്യമായിരുന്ന സംസ്കൃത പാഠങ്ങളെ തന്നെ അതിനുള്ളിലുള്ള സംഘർഷ സ്ഥാനങ്ങൾ തെളിച്ചെടുത്തുകൊണ്ട് പുതിയ കൃതികളായിട്ട് വ്യാഖ്യാനിക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, അത് പിന്നീടുള്ള നമ്മുടെ സാഹിത്യ വിമർശന ചരിത്രത്തിലും സാഹിത്യ ആസ്വാദന ചരിത്രത്തിലും അതിന് വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തു, വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തു എന്നതിന് സംശയമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പാഠവായനകൾ വളരെ പുതിയ മലയാള വിമർശനങ്ങളായിട്ട് നമുക്ക് സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടായി. ഇതേ കാലത്ത് തന്നെയാണ് മുണ്ടശ്ശേരി പ്രവർത്തിച്ചിരുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. 1945 മുണ്ടശ്ശേരിയുടെ കാവ്യപീഠിക പുറത്തു വന്നു. അതിനു മുമ്പ് മാറ്റലി, അന്തരീക്ഷം എന്നുള്ള 2
നിരൂപണ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിരുന്നു. ഈ മാറ്റലിയിലും അന്തരീക്ഷത്തിലും അദ്ദേഹം സംസ്കൃതത്തെയും അതുപോലെ തന്നെ ഈ പാശ്ചാത്യ വിജ്ഞാനത്തെയും അടിസ്ഥാനപ്പെടുത്തി മലയാളത്തിലെ കൃതികളെ വിലയിരുത്താനും അതുപോലെ തന്നെ വായിക്കാനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത്. ഒരു താരതമ്യ സ്വഭാവത്തോടു കൂടി വായിക്കാനും അതിൽ വിലയിടാനുമാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നത്. ആശാനെ ഏറ്റവും പ്രധാനപ്പെട്ട കവിയായി സ്ഥാപിക്കുന്നത്. ഇങ്ങനെ അദ്ദേഹം അതിൽ ശ്രമിച്ചിരുന്ന ആ ഒരു പ്രയോഗ പദ്ധതിയെ സൈദ്ധാന്തികമായി സ്ഥാപിക്കുന്ന ഒരു ഗ്രന്ഥമായിരുന്നു കാവ്യപീഠിക എന്ന് പറയും. കാവ്യപീഠിക സാധാരണമായി പറഞ്ഞു വരുന്നത് പോലെ സംസ്കൃതത്തിലെയും ഇംഗ്ലീഷിലെയും അല്ലെങ്കിൽ പാശ്ചാത്യ സാഹിത്യത്തിലെയും സാഹിത്യ തത്വങ്ങളുടെ താരതമ്യ നിരൂപണം അല്ലെങ്കിൽ അതിനെ സമന്വയിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളതെന്ന് പിന്നീട് സാഹിത്യ ചരിത്രങ്ങളിലൊക്കെ പറയാറുണ്ട്. സമന്വയിപ്പിക്കുന്ന എന്നതിനേക്കാൾ കൂടുതൽ ആധുനികമായ പാശ്ചാത്യ സാഹിത്യ തത്വങ്ങളുടെയും സാഹിത്യബോധത്തിൻ്റെയും വെളിച്ചത്തിൽ സംസ്കൃത സാഹിത്യ തത്വങ്ങളെയും സംസ്കൃതത്തിലെ സാഹിത്യ നിരൂപണ സമ്പ്രദായങ്ങളെയും ഒന്ന് പുനർവായിക്കുന്നതിനുള്ള ഒരു ശ്രമം കൂടി അദ്ദേഹം അതിൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് കാവ്യപീഠിക നോക്കിയാൽ മനസ്സിലാവും, സംസ്കൃതത്തിലെ ഇപ്പോൾ 6 or 7 ഇത് പറയുമല്ലോ, രസം, ധ്വനി, രീതി, വക്രോക്തി, ഔചിത്യം, ഇങ്ങനെ പറയുന്ന ആ പദ്ധതികൾ മാത്രമല്ല അതിലുള്ളത്. അങ്ങനെ അല്ലാത്ത ചില വിഷയങ്ങൾ കൂടി അദ്ദേഹം അതിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കഥാപാത്രം. അപ്പം കഥാപാത്രത്തെ മുൻനിർത്തിയിട്ടുള്ള ഒരു അന്വേഷണം എന്ന് പറയുന്നത് സംസ്കൃത സാഹിത്യ വിമർശനത്തിൽ കാര്യമായിട്ടില്ല എന്ന് MP ശങ്കുണ്ണി നായരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വലിയ ആളുകൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കഥാപാത്രനിഷ്ഠമായ നോട്ടം പാശ്ചാത്യ സാഹിത്യത്തിലുള്ളതുപോലെ സംസ്കൃത സാഹിത്യത്തിലില്ല. പക്ഷേ മുണ്ടശ്ശേരിയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം കഥാപാത്ര നിരൂപണം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റ് സാഹിത്യ വിമർശനങ്ങളുമാണ്. ഈ കാവ്യപീഠികയിലാണെങ്കിലും അത് തന്നെയാണ്. അതുപോലെ രസത്തെപ്പറ്റി പറയുമ്പോൾ അദ്ദേഹം കരുണരസത്തിന് കൊടുക്കുന്ന പ്രാധാന്യം നിശ്ചയമായിട്ടും ആധുനികമായ ദുരന്ത സങ്കല്പവുമായിട്ടും ദുരന്ത നാടക സങ്കല്പവുമായിട്ടും ഒന്ന് തോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും. ദുരന്ത നാടകം അതേ മട്ടിലാണ് കരുണരസം എന്നല്ല പറയുന്നത് കേട്ടോ. എങ്കിലും ദുരന്ത നാടകം വായിക്കുകയും കാണുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളിൽ ഉണ്ടാകുന്ന ദുരന്താനുഭവമായിട്ട് എന്തോ ചില ചർച്ചകളും കാഴ്ചകളും ഒക്കെ ഈ കരുണരസത്തെ പറ്റി അദ്ദേഹം പറയുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് കുറെ കൂടി ഈ സംഘർഷമാർഗം എന്നതിനേക്കാൾ കൂടുതൽ സിദ്ധാന്തപരമായ ഒരു സമന്വയ മാർഗത്തിലേക്ക് വീണ്ടും പോകുന്നു. ഒരേ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളാണ്. ഇപ്പോൾ മാരാരാണെങ്കിൽ ഇങ്ങനെ ഈ സാഹിത്യ സിദ്ധാന്തമൊന്നും കാര്യമായിട്ട് അദ്ദേഹം നോക്കിയിട്ടില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. സാഹിത്യഭൂഷണം എന്ന് പറയുന്ന പുസ്തകത്തെ എഴുതിയിട്ടുണ്ട്. അത് ചെറുപ്പകാലത്ത് തന്നെ എഴുതിയതാണ്. ചെറുപ്പകാലത്ത് എഴുതിയ ഒന്നാണ്. മഹിമഭട്ടനെ മുൻനിർത്തിയിട്ട് അദ്ദേഹം അതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഒരർത്ഥത്തിൽ ഭാഷാഭൂഷണത്തിനുള്ള ഒരു വിമർശനവും അതിലുണ്ട്. എങ്കിലും പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങൾ നോക്കിയാൽ അങ്ങനെ ഒരു സൈദ്ധാന്തിക വീക്ഷണം എന്ന് പറയുന്നത് അതിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതിയേക്കാൾ കൂടുതൽ പ്രായോഗികമായ പാഠവായനയിലൂടെ ഈ പുതിയ അവബോധങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് അദ്ദേഹം ചെയ്തു വന്നിരുന്നതെന്ന് മനസ്സിലാവും. ഈ നിലയിൽ ഒരേ കാലത്ത് തന്നെ സൈദ്ധാന്തികമായ ഒരു സമന്വയത്തിൻ്റെ വഴിയിൽ അതുപോലെ തന്നെ ഈ നാം ആർജിച്ചിട്ടുള്ള സംസ്കൃത വിജ്ഞാനത്തിലെ ചില വിച്ഛേദങ്ങളുടെ ഒരു വഴിയിൽ 40കളിലും 50കളിലും ഒക്കെ നമുക്ക് നമ്മളുടെ മലയാള സാഹിത്യത്തിൽ കാണാൻ കഴിയും. ഈ കാലത്തൊക്കെ നോക്കിയാൽ ഇന്നിപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു 50 വരെ അല്ലെങ്കിൽ 50, 60 വരെയൊക്കെയുള്ള ഒരു കാലത്തെ മലയാള സാഹിത്യ വിമർശനത്തിൻ്റെ പാഠങ്ങൾ നമ്മൾ എടുത്തു വായിച്ചാൽ അതിൽ സംസ്കൃതം വളരെ സജീവം തന്നെയായിരുന്നു. ഒന്നുകിൽ അത് വിഷയമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഭാഷയായിട്ടായിരിക്കും, അല്ലെങ്കിൽ സങ്കല്പനങ്ങളായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലുള്ള സൈദ്ധാന്തിക ബോധമായിട്ടായിരിക്കും. ഇങ്ങനെ ഏതെങ്കിലും വഴിയിൽ സംസ്കൃതത്തിൻ്റെ പ്രവർത്തനം ഏതാണ്ട് സജീവമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമെന്നതുപോലെയാണ് അന്ന് വായനക്കാർ സ്വീകരിച്ചിരുന്നതെന്നും തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 30കളിലൊക്കെ വന്ന് മാതൃഭൂമിയിലൊക്കെ വന്ന ലേഖനങ്ങൾ വായിക്കുകയാണെങ്കിൽ നമുക്കിന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് സംഖ്യ പല ഭാഗം മനസ്സിലാവില്ല. കാരണം അതുപോലുള്ള സംസ്കൃത വാക്കുകളാണ് അത്. പക്ഷെ അത് സ്വാഭാവികമായിരിക്കണം. അതുകൊണ്ടാണല്ലോ അങ്ങനെയുള്ള ലേഖനങ്ങൾ വരികയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തതോ അതുകൊണ്ടായിരിക്കും. പക്ഷെ പിന്നീട് ഒരു മാറ്റം ഈ സാഹിത്യ സമീപന രീതിയിൽ കാണാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും സംസ്കൃതത്തിൻ്റെ ഈ ഒരു സ്ഥാനം പതുക്കെ പിന്നോട്ടടിക്കപ്പെടുന്നു. അതിന് കാരണം പുതിയ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത് ഏതാണ്ട് സർവ്വവ്യാപകമായി തീർന്നു. പുതിയ പദ്ധതി അടിസ്ഥാനപ്പെടുത്തി അഭ്യസ്തവിദ്യരായിത്തീരുന്ന ആളുകളുടെ പൊതുസമൂഹം കൂടുതൽ ശക്തി ആർജിച്ചു കഴിഞ്ഞു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സംസ്കൃത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മുൻ തലമുറയ്ക്ക് കിട്ടിയിരുന്നത് പോലെ കിട്ടുന്നില്ല. അപ്പോൾ അവരുടെ അനന്തര തലമുറയാണ്. അതേസമയം തന്നെ സംസ്കൃതത്തിൽ നിന്ന് തീരെ ഒഴിഞ്ഞു നിന്ന ഒരു തലമുറയല്ല താനും.
അങ്ങനെ ഒരു തലമുറയിലേക്ക് സാഹിത്യ പഠനവും സാഹിത്യ വിദ്യാഭ്യാസവും